സ്റ്റോറീസിന്റെ 25ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. കഴിഞ്ഞ 24 എപ്പിസോഡിലും പറഞ്ഞവരെക്കാൾ വ്യക്തിപരമായി എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത്. കണ്ട ദിവസം മുതൽ ഇന്നോളം എന്നെ വിട്ടുപോകാത്ത ഒരാളുടെ രേഷ്മയുടെ കഥ തുടങ്ങുമ്പോൾ അവൾക്ക് നിങ്ങളുടെ പ്രായമാണ്. +1 +2 പഠിക്കുന്ന പ്രായം. ഉമ്മയുടെയും ഉപ്പയുടെയും 5 മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു രേഷ്മ. അതുകൊണ്ട് തന്നെ വികൃതിയായിരുന്നു, വാശിയായിരുന്നു, തല്ലുകൊള്ളിയായിരുന്നു. ടാക്സി ഡ്രൈവറായിരുന്നു രേഷ്മയുടെ ഉപ്പ. കഷ്ടപ്പാടുകൾക്കിടയിലും എൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരുമായിരുന്ന ബാബ എന്ന് രേഷ്മ പറയും. പാരൻസ് നിങ്ങളോട് കാണിക്കുന്ന വാത്സല്യം എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് രേഷ്മയുടെ ബാബയെ മനസ്സിലാവും. ജീവിതത്തിൽ ബാബയുടെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിപ്പോയത് ചേച്ചിയുടെ കല്യാണത്തിലായിരുന്നു എന്ന് രേഷ്മ പറയും. ആളുമാറി ഒരു ഗുണ്ടയെ കല്യാണം കഴിക്കേണ്ടി വന്നു രേഷ്മയുടെ ചേച്ചിക്ക്. താമസിയാതെ ആ ബന്ധം പിരിഞ്ഞു. എന്നിട്ടും അയാളുടെ ഭീഷണികളും കയ്യേറ്റ ശ്രമങ്ങളും ഒരറ്റത്ത് തുറന്നുകൊണ്ടേയിരുന്നു. രേഷ്മ പക്ഷേ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും കാര്യമാക്കിയതേയില്ല. +2 ക്ലാസ്സിലിരുന്ന് അവൾ ഭംഗിയിൽ പഠിച്ചു, വലിയ സ്വപ്നങ്ങൾ കണ്ടു. പരീക്ഷയുടെ ദിവസം വന്നു. 40 കിലോമീറ്റർ അപ്പുറത്തുള്ള അലഹബാദിലായിരുന്നു സെന്റർ. പാരൻസിന്റെ കയ്യും പിടിച്ച് നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന പോലെ ചേച്ചിയുടെ കയ്യും പിടിച്ച് അലഹബാദിലെ പരീക്ഷാ ഹാളിലേക്ക് യാത്ര പുറപ്പെട്ടു രേഷ്മ. ഗുൽഷൻ എന്നായിരുന്നു ചേച്ചിയുടെ പേര്. അനിയത്തിയുടെ പരീക്ഷയ്ക്ക് അവൾ കൂട്ടുപോകുമെന്ന് ഉറപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവരുടെ ഭർത്താവും അയാളുടെ ഗുണ്ടകളായ സുഹൃത്തുക്കളും. ഇതൊന്നും അറിയാതെ ആ വഴിയിലൂടെ നടന്നു വന്നു രേഷ്മയും ഗുൽഷനും. ആരാണ് രേഷ്മയെന്നോ ആരാണ് ഗുൽഷനെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിക്കാബിൽ മൂടി ഒരേപോലെ 2 പേർ. ആക്രമിക്കാൻ കാത്തിരുന്ന ഗുണ്ടകൾ അത് കണ്ടു പകച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇതാണ് ഗുൽഷൻ എന്നുറപ്പിച്ച് ആസിഡിന്റെ കുപ്പി തുറന്ന് അത് മുഴുവനായും ഒരാളുടെ മുഖത്തേക്കൊഴിച്ച് കാട്ടുവഴിയിലേക്ക് മറഞ്ഞു കളഞ്ഞു അവർ. നീറി നീറി പുകഞ്ഞ് ജീവിതത്തിന്റെ നിറം കെട്ടുപോകുന്നത് അന്നാദ്യമായി രേഷ്മ നോക്കി നിന്നു. ഞാൻ കാണുമ്പോൾ രേഷ്മ ഖുറേഷി ഇങ്ങനെയാണ്. പാതി വെന്തുപോയ മുഖവും പാതി ഇരുട്ടായിപ്പോയ കണ്ണുകളുമുള്ള പുതിയ രേഷ്മ ഖുറേഷി. പഴയ ജീവിതത്തിന്റെ ഒരോർമ്മയും അവശേഷിപ്പിക്കാത്ത പുതിയ രേഷ്മ. അവൾ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഡിപ്രഷനിലേക്ക് കൂപ്പുകുത്തിയ ദിവസങ്ങളെക്കുറിച്ച്, ആദ്യമായി കണ്ണാടിയിൽ നോക്കിയ ദിവസത്തെക്കുറിച്ച്, അന്ന് ആ കണ്ണാടി തല്ലിപ്പൊട്ടിച്ചതിനെക്കുറിച്ച്, മുറിയിലേക്ക് ആദ്യമായി ഇക്ക കടന്നു വന്ന ദിവസം അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ കുപ്പി ഗ്ലാസിനെ കുറിച്ച്. രേഷ്മ ഖുറേഷി ആ കഥകൾ ഓരോന്നോരോന്നായി പെറുക്കിയെടുത്ത് പറയുമ്പോൾ അത്രയും കണ്ണു നിറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ അവളെ കേട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ സുന്ദരിയാണെന്ന് കുട്ടിക്കാലത്ത് എല്ലാവരും എന്നോട് പറയുമായിരുന്നു. എൻ്റെ ദ്രവിച്ചുപോയ മുഖത്തുകൂടെ വിരലോടിക്കുമ്പോഴെല്ലാം ഞാൻ ആ പറച്ചിൽ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരുന്നു. മരിക്കണം മരിക്കണം എന്നു മാത്രം ചിന്തിച്ച് ഞാൻ പുറം ലോകം കാണാതെ എൻ്റെ മുറിയിൽ തന്നെ തപസ്സിരുന്നു. പെട്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു, രേഷ്മ, നിങ്ങൾ ഇപ്പോഴും സുന്ദരിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ മറുപടി വന്നു, അതെ, ഞാൻ സുന്ദരിയാണ്, എൻ്റെ മുഖം സ്പെഷ്യലാണ്. കഥ തുടങ്ങുമ്പോൾ രേഷ്മയ്ക്ക് നിങ്ങളുടെ പ്രായമായിരുന്നു. ഇന്നവൾക്ക് നിങ്ങളെക്കാൾ 4 വയസ്സ് പ്രായം കൂടുതലുണ്ട്. 4000 ഇരട്ടി ആത്മവിശ്വാസവും. പുറം ലോകം കാണാതെ വീട്ടുമുറിയിൽ അടച്ചിരുന്ന രേഷ്മ ബാനോ ഖുറേഷിയെ പിന്നെ ലോകം മുഴുവനായും കാണുന്നത് എവിടെ വെച്ചാണെന്ന് നിങ്ങൾ അറിയണം. ന്യൂയോർക്ക് ഫാഷൻ ലീഗിൽ വെച്ച്. ഗ്ലോബൽ ഫാഷൻ കലണ്ടറിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഇവന്റാണ് ന്യൂയോർക്ക് ഫാഷൻ വീക്ക്. അർച്ചന കോച്ചാർ രൂപകൽപ്പന ചെയ്ത ഗൗൺ ധരിച്ച് ന്യൂയോർക്ക് ഫാഷൻ വീക്കിന്റെ റാമ്പിൽ രേഷ്മ ഖുറേഷി ചുവടുവെച്ചു. ന്യൂയോർക്കിലെ റാമ്പിൽ എന്നെ കണ്ട ഒരു പെൺകുട്ടി പോലും അവൾക്ക് ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു ദുരന്തത്തെ ശപിച്ച് വീട്ടിൽ അടച്ചിരിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ടെന്ന് രേഷ്മ ഖുറേഷി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. രേഷ്മ ഖുറേഷി ഒരു വലിയ പാഠമാണ്. അതിജീവനത്തിന്റെ, അന്തിമ സമരത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ ഒരു വലിയ പാഠം. വഴിമുടക്കാൻ ശ്രമിച്ച ലോകത്തെ കൊണ്ട് മുഴുവൻ കയ്യടിപ്പിക്കുമെന്നത് ഒരു കരുത്തുള്ള ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനാവണം രേഷ്മ ഖുറേഷി നിങ്ങളിലേക്ക് പകരേണ്ടത്. ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണെന്നും
എന്റെ ഭാവി എന്റെ മാത്രം തീരുമാനമാണെന്നും എനിക്ക് നിറം കൊടുക്കേണ്ടത് ഞാനാണെന്നും അടിച്ചമർത്താൻ ശ്രമിക്കും തോറും എന്റെ കാലുകൾക്ക് കരുത്തുകൂടുമെന്നും ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ രേഷ്മ ഖുറേഷിയുടെ ജീവിതം നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. തളർന്നു പോകുമ്പോൾ രേഷ്മയെ ഓർക്കണം. ഇതിലും നിറം കെടുത്താനാവില്ല ഒരാളുടെ ജീവിതത്തെ എന്ന് പരിതപിച്ച ലോകത്തോട് ഇതിനേക്കാൾ വലിയ നിറങ്ങളിൽ ജീവിക്കാനാവില്ല ഒരാൾക്കും എന്ന് മറുപടി പറയാൻ കാണിച്ച ആത്മവിശ്വാസത്തോളം വലുതായി മറ്റെന്താണുള്ളത്? രേഷ്മ ബാനോ ഖുറേഷിക്ക് സൈലം ലേണിംഗ് ആപ്പിന്റെ സ്നേഹം. സൈലം ലേണിംഗ് ആപ്പ് അഭിമാനത്തിന്റെ ആദ്യ വർഷം